नमस्ते दोस्तों, आज की कक्षा में हम देखेंगे हिंदी साहित्य के श्रेष्ठ नागार्जुन की एक कविता की जिक्र है, जो कविता के नाम है प्रेत का बयान. ആത്മാവിൻ്റെ വിവരണം അല്ലെങ്കിൽ ആത്മാവിൻ്റെ വർണ്ണന എന്നെല്ലാം അർത്ഥമായിട്ട് പറയാം. तो देखिए, प्रगतिशील रचनाकारों में नागार्जुन का प्रमुख स्थान है. പുരോഗമന എഴുത്തുകാരിൽ നാഗാർജുന് प्रधान स्थानमुंड. उन्होंने प्रगतिवादी साहित्य को एक नई दिशा प्रदान कर दी. അദ്ദേഹം പുരോഗമന സാഹിത്യത്തിന് ഒരു പുതിയ വഴി നൽകിയിട്ടുണ്ട്. उन्होंने शोषित समाज की पीड़ाओं का गान रचा है. അദ്ദേഹം ചൂഷണം അനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ വേദനകളെക്കുറിച്ച് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. നാഗാർജുൻ കാ നാം വൈദ്യനാഥ് മിശ്ര ഥ. നാഗാർജുൻ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് വൈദ്യനാഥ് മിശ്ര എന്നാണ്. 1936 ईस्वी को സിൻഹൽ ജാനെ കാ അവസർ മില. അദ്ദേഹത്തിന് 1936 സിംഹൾ എന്നൊരു പറയുന്നൊരു പ്രദേശമാണ് കേട്ടോ, അവിടെ പോകാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വहीं वे बौद्ध धर्मावलंबी हुए. श्रीलंका से ത്രിപിടകാചാര്യ की ഉപാധി മിലി. അവിടുന്ന് അദ്ദേഹം ബുദ്ധമത അനുയായിയാവുകയും ശ്രീലങ്കയിൽ നിന്ന് ത്രിപിടകാചാര്യ എന്ന ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. വഹി ഉനോനെ നാഗാർജുൻ നാം സ്വീകാർ കർ ലിയ. അവിടുന്ന് നിന്നാണ് അദ്ദേഹം നാഗാർജുൻ എന്ന പേര് സ്വീകരിച്ചത്. राजनीति के क्षेत्र में काम करने के कारण 2-3 बार जेल जाना पड़ा. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചത് കാരണം അദ്ദേഹത്തിന് 2-3 പ്രാവശ്യം ജയിലിൽ പോകേണ്ടതായി വന്നിട്ടുണ്ട്. സഹജത നാഗാർജുൻ കെ കാവ്യയ്ക്ക് വിശേഷത ഹെ. അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൻ്റെ വിശേഷതയാണ് സഹജത, അതായത് സിമ്പിളായിട്ട് വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുക എന്നത്. സ്വാധീൻ ഭാരത് കെ ജനസാധാരൺ കെ ജീവൻ കാ വിഷയ ബനായ ഹെ. സ്വതന്ത്ര ഭാരതത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ജീവിതങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളിലെ വിഷയങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഉൻകെ അനേക കാവ്യസങ്കലൻ പ്രകാശിത് ഹുയേ ഹെ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതാ സമാഹാരങ്ങൾ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. കുച്ച് ഉപന്യാസ് ഓർ കുച്ച് നിബന്ധ ഭി പ്രകാശിത് കിയേ ഗേ ഹെ. കുറച്ച് നോവൽസും അതുപോലെ തന്നെ കുറച്ച് നിബന്ധ എസ്സേസും പ്രകാശിപ്പിച്ചിട്ടുണ്ട്. प्रेत का बयान नागार्जुन की एक श्रेष्ठ रचना है. प्रेत का बयान नागार्जुൻ്റെ ശ്രേഷ്ഠമായ ഒരു രചനയാണ്. स्वतंत्र भारत की जनता की विभिन्नता और अभावग्रस्तता का व्यंग्य कथा के केंद्र में प्राइमरी स्तर का शिक्षक है. प्रेत का बयान शुरू होता है. സ്വതന്ത്ര ഭാരതത്തിലെ ജനങ്ങളുടെ ദാരിദ്ര്യവും അതുപോലെ അഭാവങ്ങളും വ്യംഗ്യ കഥാരൂപത്തിലാണ് നാഗാർജുൻ ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഉസ്കെ കേന്ദ്രമേ, ഈ ഒരു കവിതയുടെ മധ്യത്തിൽ പ്രൈമറി സ്തർക്ക എക്ക് ശിക്ഷക് ഹെ. പ്രൈമറി സ്കൂളിലൊരു അധ്യാപകനാണ് ഈ ഒരു കവിതയിലെ കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നത്. വോ പ്രേത് കാ ബയാൻ ശുരു ഹോത്താ ഹെ. അദ്ദേഹമാണ് ഈ ഒരു പ്രൈമറി സ്കൂളിലെ അധ്യാപകനാണ് മരിച്ചിട്ട് പ്രേതമായി വന്ന് വിവരണം നടത്തുന്നത്. ഓക്കെ, ഫിർ कटघरे में प्रेत है और उसका बयान करने वाला यमराज. नरक के मालिक कुर्सी पर बैठे हुए कड़क कर पूछ रहे हैं. കട്ഘര സാക്ഷിക്കൂട്, സാക്ഷിക്കൂട്ടിൽ പ്രേതമാണുള്ളത്. और उसका बयान करने वाला कौन है? യമരാജ് है. ഓക്കെ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് കട്ഘരയിൽ സാക്ഷിക്കൂട്ടിൽ പ്രേതമാണുള്ളത്. അതായത് പ്രൈമറി സ്കൂളിലെ അധ്യാപകൻ അല്ലേ, അദ്ദേഹം മരിച്ചിട്ട് പ്രേതമായിട്ട് വന്നതാണ്. ഇപ്പോൾ സാക്ഷിക്കൂട്ടിൽ ഈ ഒരു പ്രൈമറി സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ബയാൻ കർണേ വാല യമരാജനാണ്. നരകെ മാലിക് ഹേ ഉനോനെ, അല്ലേ, അദ്ദേഹം നരകത്തിലെ രാജാവാണ്. കുർസി പർ ബൈഠേ ഹുയേ കടക്ക് കർ പൂച്ച് രഹേ ഹേ. കസേരയിൽ ഇരുന്നിട്ട് അദ്ദേഹം കടക്ക് കർ ഗർജിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഒരേ പ്രേത് സച്ച് ബതാനാ ഹേ, തേരി മൃത്യു കൈസേ ഹുയി. ഒരേ പ്രേത്, ആത്മാവേ നീ സത്യം പറയണം. തേരി മൃത്യു കൈസേ ഹുയി, നീ എങ്ങനെയാണ് മരിച്ചത്? ഭൂഖ്, വിശപ്പ് കൊണ്ടാണോ? അക്കാൽ, ക്ഷാമം കൊണ്ടാണോ? ബുഖാർ, പനി വന്നിട്ടാണോ? കാലജ്വർ, ജ്വരജന്യമായ അസുഖങ്ങൾ കാരണമാണോ? ഓർ പേച്ചിഷ്, മത്ലബ് ഡിസെൻട്രി അല്ലേ, വയറുകടി മൂലമാണോ?
और बदहजमी मतलब ഡിസ്പെപ്സിയ അതായത് ഗ്രഹണി അല്ലെ, ഗ്രഹണി പിടിച്ചിട്ടാണോ, और പ്ലേഗ് വന്നിട്ടാണോ, മഹാമാരി അല്ലെ വല്ല പകർച്ചവ്യാധി പിടിപെട്ടത് കൊണ്ടാണോ, ജैसे किसी भी कारण से तेरा मरण हुआ होगा, ഇങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും നിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. സച്ചി ബാത് കഹനി ചാഹിയേ, യഥാർത്ഥത്തിൽ അല്ലേ സത്യമാണ് നീ പറയേണ്ടത്. തു കൈസെ മര, നീ എങ്ങനെയാണ് മരിച്ചത് എന്ന്. उस समय घट-घट हड़-हड़ की ध्वनि से मानवीय ढांचे का वो अस्थि पंजर कांप उठा. ആ നേരത്ത് കടകട ശബ്ദത്താൽ मनुष्य रूप अपनी 5 उंगलियों वाला चमच सा हाथ हिलाकर सूखी पतली आवाज में प्रेत ने जवाब दिया. തൻ്റെ 5 വിരലുകളുള്ള സ്പൂണിനെ പോലെയുള്ള കൈ ഇളക്കിയിട്ട് വരണ്ട ശബ്ദത്തിൽ ആത്മാവ് മറുപടി നൽകി. മഹാരാജ് मैं सच ही कहूँगा, कभी झूठ नहीं बोलूँगा. മഹാരാജാവേ, ഞാൻ സത്യം മാത്രമേ പറയുകയുള്ളൂ, ഒരിക്കലും കള്ളം പറയുകയില്ല. ഹം തോ അബ് ഗുലാബ് നഹീ ഹെ, ഞങ്ങളിപ്പോൾ അടിമകളല്ല. സ്വതന്ത്ര ഭാരത് കെ നാഗരിക് ഹെ, സ്വതന്ത്ര ഭാരതത്തിലെ പൗരന്മാരാണ്. ബീഹാർ കി സീമാ കാ എക് സൂബ ഹെ, ബീഹാറിൻ്റെ അറ്റത്ത് ഒരു പ്രദേശമുണ്ട്. വഹാ കെ പൂർണിയ ജില്ലേ മേ ധംദോഹ ധാന കെ ഭീതർ റൂപുലി ബസ്തി മേരാ വാസര സ്ഥാൻ ഹെ, അവിടെ പൂർണിയ ജില്ലയിൽ ധംദോഹ എന്ന സ്ഥലത്ത് റൂപുലി എന്ന ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ജാതി കാ കായസ്ത് ഹും, ജാതി കായസ്ഥാണ്. 55 साल से कुछ अधिक उम्र है, 55 വയസ്സിനേക്കാൾ കുറച്ചധികം പ്രായവുമുണ്ട്. പേശ അധ്യാപൻ ധ, ജോലി അധ്യാപകനാണ്. പ്രൈമറി സ്കൂൾ കാ മാസ്റ്റർ ധ, പ്രൈമറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. വേതൻ ധേ 30 रुपये, 30 രൂപയാണ് ശമ്പളം. വോ ഭി തോ സമയ പർ നഹി മിൽത്താ ഥ, അതും സമയത്ത് കിട്ടാറുണ്ടായിരുന്നില്ല. ബഡി മുഷ്കിൽ സേ ദിൻ കാട്ട്നെ പടേ, വളരെ പ്രയാസം കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കേണ്ടതായി വന്നു. ഏക് നഹി ദോ നഹി അനേകോ മഹീനെ കാട്ട്നെ പടേ, ഒന്നല്ല രണ്ടല്ല ഒരുപാട് മാസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കേണ്ടതായി വന്നു. ഘർ മേ മേരി മാ പത്നി ഓർ 4 ബച്ചേ ഥേ, വീട്ടിൽ എൻ്റെ അമ്മയും ഭാര്യയും 4 മക്കളുമാണ് ഉണ്ടായിരുന്നത്. ഹേ കരുണാ കെ അവതാർ, ആപ്കി ദയാ സേ ആപ്കി ഹി ആശ്രയ മേ വേ സബ് യഹാം ആ ചുകെ. യമരാജനോട് പറയുകയാണ്, ഹേ കരുണയുടെ അവതാരമേ, താങ്കളുടെ ദയ കൊണ്ട്, താങ്കളുടെ ആശ്രയത്തിൽ ഇവിടെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ലേക്കിൻ മേ ശേഷ് രഹ ഗയ, എന്നാൽ ഞാൻ മാത്രം അവിടെ ബാക്കിയായിപ്പോയി. പീഠിയോं के कर्मों की पत्तियाँ मेरे लिए बाकी रहने के कारण मैं अपनों के साथ मर न सका. തലമുറകളുടെ പ്രവർത്തികളുടെ ഇലകളെല്ലാം എന്നിൽ അവശേഷിച്ചതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ വരാൻ കഴിഞ്ഞില്ല, അതായത് എനിക്ക് അവരുടെ കൂടെ മരിക്കാൻ കഴിഞ്ഞില്ല. ഭൂക്കോं से सूखे शरीर में केवल मनोबल शेष था, വിശന്ന ഉണങ്ങിയ ശരീരത്തിൽ കേവലം മനസ്സിൻ്റെ ബലം മാത്രമായിരുന്നു അവശേഷിച്ചിട്ടുണ്ടായിരുന്നത്. പ്രേത് കി ബാതേं സുൻകർ നരക രാജ യം ജോർ സെ ഹസ് പട, ആത്മാവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് നരകത്തിലെ രാജാവായ യമൻ ഉറക്കെ ചിരിച്ചു. യം കി ഹസി കെ സാത്ത് ഉൻകെ സിർ കാ മുകുട്ട് കാംപ് ഉഠാ, യമൻ്റെ ചിരിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിരുന്ന കിരീടം വിറച്ചു. ഉസ് മുകുട്ട് കി ഛാൽറേം ദമക്കുടി, ആ കിരീടത്തിൻ്റെ ഞൊറികൾ ശോഭിച്ചു. യമരാജനെ अपने सुनहला लोहदंड ज़मीन पर टोक कर अविश्वास की हंसी के साथ कहा. യമരാജൻ തൻ്റെ മനോഹരമായ ലോഹദണ്ഡ്, ഇരുമ്പിൻ്റെ വടി നിലത്ത് അടിച്ചിട്ട് അവിശ്വാസത്തോടെ, അതായത് വിശ്വാസമില്ലാത്ത രീതിയിൽ ഒരു ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ മാസ്റ്റർ ജി, മുझे बच्चा समझकर तुम പഠാനെ ആയേ ഹോ. മാസ്റ്റർ ജി, നിങ്ങളെന്നെ ഒരു കുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ടാണോ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്? വാ വാ തോ തും ഭൂഖ് സെ നഹി മരേ, വാ, അപ്പോൾ നിങ്ങൾ വിശപ്പ് കൊണ്ട് മരിച്ചതല്ലേ? യെ ബാത് സുൻകർ പ്രേത് ജോർ ജോർ സെ അത്യന്ത കഠോർ സ്വർ മേ ബോൽ ഉഠാ. ഈ ഒരു വാക്ക് കേട്ടപ്പോഴേക്കും ആത്മാവ് വളരെ ഉറക്കെ അത്രയും കഠോരമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആശ്ചര്യ കി ബാത് ഹേ കി ആപ് മേരി ബാത്തോം പർ വിശ്വാസ് ക്യോ നഹി കർത്തേ. വളരെ ആശ്ചര്യമായിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളിലും നിങ്ങൾ വിശ്വസിക്കാത്തത്?
आप चाहे विश्वास कीजिए या ना कीजिए, നിങ്ങൾക്കിനി വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇല്ലെങ്കിൽ വിശ്വസിക്കണ്ട. किंतु मेरे लिए ये धरा साक्षी है और आकाश साक्षी है. എന്നാൽ എനിക്ക് വേണ്ടി ഈ ഭൂമിയും ആകാശവും സാക്ഷിയാണ്. भारत में भले ही नाना प्रकार की व्याधियाँ हो, किंतु भूख नाम की व्याधि का हमें पता नहीं. ഇന്ത്യയിൽ പൂർണ്ണമായും വിവിധ തരത്തിലുള്ള രോഗങ്ങളുണ്ട്. എന്നാൽ വിശപ്പ് എന്ന പേരുള്ളൊരു രോഗം ഞങ്ങൾക്കറിയില്ല. भारत के राजनीतिज्ञ एवं धनी लोग इसके संबंध में जानते ही नहीं. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും അതുപോലെ പണക്കാർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. महाराज, इसलिए आप हमारे सामने भूख का नाम ही ना लेना. മഹാരാജാവേ, അതുകൊണ്ട് താങ്കൾ ഞങ്ങളുടെ മുന്നിൽ വിശപ്പ് എന്ന പേര് പറയരുത്. ഇतना कहने पर प्रेत का आवेश मंद पड़ गया. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആത്മാവിൻ്റെ ആവേശം കെട്ടടങ്ങി. फिर वो शांत भाव से मुस्कुराता हुआ बोला. എന്നിട്ട് അദ്ദേഹം ശാന്തമായ ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജ് സുനിയേ, मेरे नाते मरते वक्त मुझे तनिक भी पीड़ा ना थी. മഹാരാജാവേ, കേട്ടാലും എൻ്റെ ബന്ധുക്കൾ മരിച്ച ആ ഒരു സമയത്ത് പോലും എനിക്ക് അല്പം പോലും ദുഃഖമുണ്ടായിരുന്നില്ല. ദുഃഖ് ഓർ ദുവിധാ ഭി നഹീ, ദുഃഖമോ സങ്കടമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മേരെ പ്രാൺ സരളതാപൂർവ്വം നിക്കൽ പടേ, എൻ്റെ പ്രാണൻ വളരെ സിമ്പിളായിട്ടാണ് പോയത്. പേച്ചിസ് കാ ഹംല ഹുവാ തോ ആന്ത് സഹ് നാ സക്കി. ഇനി വയറുകടിയുടെ ആക്രമണമാണ് എന്നിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിൻ്റെ കുടലുകൾക്ക് സഹിക്കാൻ കഴിയില്ല. स्वतंत्र भारत के भूखमरे स्वाभिमानी शिक्षक प्रेत की गर्जना सुनकर नरक के अधिकारी काल निरुत्तर रह गए. സ്വതന്ത്ര ഭാരതത്തിലെ വിശന്നു വലഞ്ഞ ആത്മാഭിമാനമുള്ള അധ്യാപക പ്രേതത്തിൻ്റെ ഗർജനം കേട്ടിട്ട് നരകത്തിൻ്റെ അധികാരിയായ കാലന് ഉത്തരമില്ലാതെയായിപ്പോയി. कवि नागार्जुन की व्यंग्यात्मक परिकल्पना का परिचय प्रस्तुत कविता में मिलता है. കവി നാഗാർജുൻ്റെ ആക്ഷേപഹാസ്യം നിറഞ്ഞ ആവിഷ്കാരം കവിതയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വതന്ത്ര ഭാരത് के स्वाभिमानी गरीब एवं भूख से तड़प पड़प कर मर मिटाने वाले लोगों के चित्रण के साथ, അതായത് സ്വതന്ത്ര ഭാരതത്തിലെ ആത്മാഭിമാനമുള്ളവർ ദരിദ്രത കൊണ്ടും വിശപ്പ് കൊണ്ടും പിടഞ്ഞിട്ട് മരണത്തെ ഇല്ലാതാക്കുന്ന ആൾക്കാരുടെ ചിത്രവും അതിൻ്റെ കൂടെ ഉസ്കെ സാത്ത് നിഷ്കരുൺ വിലാസി ശാസകോं के निर्ममता की ओर भी व्यंग्यशर छोड़ दिया है. കരുണയില്ലാത്ത ആഡംബര ഭരണാധികാരികളുടെ ക്രൂരതയിലേക്കും ആക്ഷേപത്തിൻ്റെ ബാണം എഴുതിയിട്ടുണ്ട്. और जिन्हें भूख जैसे शब्द का भी पता नहीं, അവർക്കൊന്നും വിശപ്പ് എന്ന വാക്ക് പോലും അറിയില്ല. यहाँ कवि ने कटहारे में दरिद्र को खड़ा कर दिया. ഇവിടെ കവി സാക്ഷിക്കൂട്ടിൽ ദരിദ്രനായ ഒരാളെയാണ് നിർത്തിയിരിക്കുന്നത്. ജോ ഭാരത് കെ കരോഡോ ദരിദ്ര നാരായണോ ക പ്രതീക് ഹെ. അദ്ദേഹമാണെങ്കിലോ ഇന്ത്യയിലെ കോടിക്കണക്കിന് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ പ്രതീകവുമാണ്. ഉസ്ക ബയാൻ കർണേ വാല യമരാജ് ശോഷക് രാജനീതിജ്ഞ ക പ്രതീക് ഹെ. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന യമരാജൻ ഇവിടെ ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ പ്രതീകവുമാണ്.